നിന്നുദവിക്കായി ബലഹീന നല്ലവനീ കാരുണ്യത്താൽ നൽകണമേ യാചിപ്പൂ. വന്യ വൈദിക ശ്രേഷ്ഠരെ, കർത്താവിൽ വാത്സല്യമുള്ളവരെ, പരിശുദ്ധ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ഒരു പുതിയ വർഷത്തിൻ്റെ മൂന്നാമത്തെ പടവ് നമ്മൾ ചവിട്ടിക്കയറുകയാണ്. എല്ലാ വർഷവും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിന് രൂപാന്തരം ഉണ്ടാക്കുവാൻ വേണ്ടിയാണ്. ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിൽ ഓരോ സംഭവങ്ങൾ കടന്നു വരുന്നുണ്ട്. ഒരു പുതിയ വർഷം ആരംഭിച്ച് അതിനെ ശുദ്ധീകരിച്ച് സമർപ്പിച്ച് യാത്ര ചെയ്യുകയാണ്. കഴിഞ്ഞ 2 ആഴ്ചകളിലെ വേദഭാഗം നമ്മൾ ധ്യാനിക്കുന്നതിന് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മെ സമർപ്പിച്ച് ആ ഒരു യാത്രയിലാണ് നമ്മൾ. അപ്പം അതിന് ശേഷമുള്ള ഈ ഞായറാഴ്ചയിൽ വളരെ ചിന്തോദ്ധിതമായ വേദഭാഗങ്ങളാണുള്ളത്. ഒരുപക്ഷെ മനുഷ്യൻ്റെ ചിന്തയ്ക്കും അവൻ്റെ ആലോചനകൾക്കും അവൻ്റെ ബുദ്ധിക്കൊക്കെയും അതീതമായി ദൈവത്തിൻ്റെ പ്രവർത്തനം നടക്കുന്നു എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന വേദഭാഗവും സംഭവമാണ്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവം നമ്മുടെ ഓരോ വഴിയിലും നമുക്ക് വഴികാട്ടിയായിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇന്നത്തെ വിശുദ്ധ വേദഭാഗം. സെക്കറിയായോടുള്ള അറിയിപ്പിൻ്റെ വേദഭാഗമാണ്. വളരെ നീണ്ട ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചു കേട്ടത്. യഹൂദ പാരമ്പര്യമനുസരിച്ച് ധൂപപ്രാർത്ഥന നടത്തുവാനായിട്ട് വിശുദ്ധ ദേവാലയത്തിൻ്റെ വിശുദ്ധിയുടെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച് അവിടെ ആരാധനയും ധൂപപ്രാർത്ഥന നടത്തുവാനായിട്ടുള്ള ടേണ് വെച്ചിട്ടുണ്ട്. ലേവ്യ പുരോഹിത അവർക്ക് ലേവ്യർക്ക് അതിനുള്ള ടേണ് വെച്ചിട്ട് ആ ടേൺ അനുസരിച്ചാണ് സെക്കറിയ പുരോഹിതൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പോയത്. കൂടുതൽ വിശദമായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. 1-2 ചിന്തകൾ മാത്രം ഈ ആഴ്ചയുടെ ധ്യാനത്തിനായിട്ട് വയ്ക്കുകയാണ്. ഒന്ന്, ദി ഇമ്പോസിബിൾ ബിക്കം പോസിബിൾ വെൻ യു ആർ ഇൻ പ്രയർ. ദി ഇമ്പോസിബിൾ ബിക്കം പോസിബിൾ വെൻ യു ആർ ഇൻ പ്രയർ. അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കുന്ന ഒരനുഭവമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. പ്രയർ ഈസ് പവർ. പ്രാർത്ഥന ശക്തിയാണ്. ദാറ്റ് ഈസ് എ സ്പിരിച്വൽ പവർ. ആത്മീയ ശക്തി നൽകുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഇവിടെ തങ്ങളുടെ ജീവിതത്തിൽ എല്ലാം തൻ്റെ വഴികളെല്ലാം അടഞ്ഞു എന്ന് ചിന്തിക്കുന്ന ഒരവസരത്തിലാണ് തങ്ങൾക്കൊരു കുഞ്ഞ് ഇല്ല എന്ന് ചിന്തിച്ച് ഒരുപക്ഷെ നിരാശ ഉണ്ടായി കാണാം. പക്ഷെ അതൊന്നും അവിടെ പറയുന്നില്ല. എങ്കിലും അവിശ്വാസത്തിൻ്റെ ലാഞ്ചന സെക്കറിയ പുരോഹിതൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവം പ്രവർത്തിക്കുന്നത്. സെക്കറിയ പുരോഹിതൻ പറയുന്നുണ്ട്, ഞാൻ വൃദ്ധയാണ്, എൻ്റെ ഭാര്യയും വൃദ്ധയാണ്. ഒരു കുഞ്ഞുണ്ടാകുന്ന സമയമൊക്കെയും കഴിഞ്ഞു, അതിനപ്പുറമായി. ഇനി ഞങ്ങൾ എന്ത് പ്രതീക്ഷിക്കാനാണെന്നുള്ള നിരാശയുടെ വക്കിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉള്ളപ്പോഴാണ് ദൈവം തമ്പുരാൻ അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, അസാധ്യ കാര്യങ്ങൾ പ്രാർത്ഥനയിലൂടെ നമുക്ക് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ കാരണമുണ്ട്. അതിൻ്റെ കാരണമാണ് രണ്ടാമതായിട്ട് പറയുന്നത്, അവർ ദൈവസന്നിധിയിൽ നീതിയുള്ളവരും
ദൈവത്തെ ഭയപ്പെടുന്നവരുമായിരുന്നു. നീതിയുടെയും സത്യത്തിൻ്റെയും വഴിയിലൂടെ യാത്ര ചെയ്ത് തങ്ങളുടെ ജീവിതത്തിൻ്റെ വിഷമങ്ങളൊക്കെയും ഉണ്ടായിട്ടും അതിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് മുമ്പോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു സക്കറിയായുടെയും എലീശുവയുടെയും ജീവിതത്തിലുള്ളത്. ഇവിടെ ഒരു എഴുത്തുകാരൻ പറയുന്ന ഒരു കൊട്ടേഷൻ വളരെ അന്വർത്ഥമാണ്. ഒരു ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് കുഞ്ഞരുവിയിലെ തെളിനീര് പോലെയും പാലപ്പൂവിൻ്റെ സുഗന്ധം പോലെയും ആയിരിക്കണം എന്നാണ് പറയുന്നത്. കുഞ്ഞരുവിയിലെ തെളിനീര് പോലെയും പാലപ്പൂവിൻ്റെ സുഗന്ധം പോലെയും എന്ന് പറഞ്ഞാൽ, ജനിച്ചപ്പോൾ വിശുദ്ധിയുടെ അനുഭവത്തിലേക്ക് നാം കടന്നു വന്നു. ഒരു കുഞ്ഞരുവി തൻ്റെ തുടക്കത്തിൽ വളരെ മനോഹരമാണ്, അതിലെ വെള്ളം കോരിക്കുടിക്കുവാൻ സാധിക്കും, വളരെ വിശുദ്ധമായിട്ടുള്ള വെള്ളമാണ്. പക്ഷേ അതിൻ്റെ ഒഴുക്കിൽ അത് ഒരുപാട് മാലിന്യങ്ങൾ അതിന് കടന്നുകൂടുന്നുണ്ട്. പക്ഷേ ഈ മാലിന്യങ്ങളെ മാറ്റിക്കളഞ്ഞെങ്കിൽ മാത്രമേ നീതിയുടെയും സത്യത്തിൻ്റെയും ആത്മാവിൽ നമുക്ക് ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വഴി ഏതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൻ്റെ വഴി എവിടേക്കാണ്? ഒരു പാട്ടുകാരൻ പാടുന്നുണ്ടോ, ജീവിതയാത്രക്കാരാ കാലടി എങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവൻ്റെ മാർഗം. ജീവിതയാത്രക്കാരാ കാലടികളെങ്ങോട്ട്, നാശത്തിൻ പാതയോ ജീവൻ്റെ മാർഗമോ, ലക്ഷ്യം നിൻ മുമ്പിലെന്ത്. നമ്മുടെ ലക്ഷ്യം എന്താണ്? നാം ഒക്കെയും എത്തിച്ചേരേണ്ട ഒരു സ്ഥലമുണ്ട്, അതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മളെല്ലാവരും എത്തിച്ചേരും, പക്ഷേ എത്തിച്ചേരേണ്ടിടത്ത് എത്തിച്ചേരുമോ എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിച്ച് നോക്കേണ്ടതാണ്. ഈ സക്കറിയാവിൻ്റെയും എലീശുവയുടെയും ജീവിതത്തിൽ അതായിരുന്നു. എത്ര നിരാശയും പ്രയാസവും ബുദ്ധിമുട്ടും ഉണ്ടായിട്ടും അവർക്ക് എത്തിച്ചേരേണ്ടിടത്ത് എത്തിച്ചേരുവാനായിട്ട് അവർ ദൈവസന്നിധിയിലേക്ക് പോയി. ദൈവം അവരെ അനുഗ്രഹിച്ചു, അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി തീർത്തു. അതുപോലെ തന്നെയാണ് സക്കറിയാ പുരോഹിതൻ മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നയാൾ. മറ്റുള്ളവരുടെ പ്രയാസത്തിലും വിഷമത്തിലും ഉപദേശം കൊടുത്തുകൊണ്ടിരുന്നയാൾക്ക് സംശയമാണ്. അപ്പോഴാണ് പറയുന്നത്, നീ അത്ഭുതം കാണുന്നത് വരെയും നീ മൗനമായിരിക്കട്ടെ, പ്രാർത്ഥനയിലായിരിക്കണം. സ്നേഹിതരെ, നമ്മുടെ ജീവിതയാത്രയിലും നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അനുഗ്രഹങ്ങൾ ലഭിക്കാതെ പോകുന്നത് നമ്മൾ ശരിയായ രീതിയിലുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ദെൻ വാട്ട് ഈസ് ദ റിസൾട്ട്? റിസൾട്ട് എന്താണെന്നുള്ള കാര്യം ഓർക്കണം. നമ്മുടെ റിസൾട്ട് പാലപ്പൂവിൻ്റെ സുഗന്ധം പോലെ ആയിരിക്കണം. നമുക്കൊക്കെ അറിയാം, പാലപ്പൂവിൻ്റെ സുഗന്ധം, ഈ സുഗന്ധവും മണവും തമ്മിൽ വ്യത്യാസമുണ്ട്. മണം എന്ന് പറയുന്നത് ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ മാത്രമേ കാണുകയുള്ളൂ. സുഗന്ധം എന്ന് പറയുന്നത് അത് റേഡിയേറ്റ് ചെയ്യും. അനേക ആയിട്ടുള്ള റേഡിയേഷൻ ഉണ്ടാവും. അതിങ്ങനെ വമിച്ചുകൊണ്ടിരിക്കും. അതാണ് വിശുദ്ധന്മാരുടെ ജീവിതത്തിൻ്റെ അനുഭവത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അതാണ്. വിശുദ്ധന്മാരുടെ ജീവിതം അനേകമായിട്ടുള്ള സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. ഈ സക്കറിയാവിൻ്റെയും എലീശുവയുടെയും ജീവിതത്തിൽ ഒരു വിശുദ്ധിയുടെ സുഗന്ധം ഉണ്ടായിരുന്നു. ആ വിശുദ്ധിയുടെ സുഗന്ധമാണ് ദൈവസന്നിധിയിൽ നിന്നുള്ള മാലാഖയെ അവരുടെ അടുക്കിലേക്ക് അയക്കുവാനായിട്ട് ദൈവത്തിന് മനസ്സ് തോന്നിയത്. നമ്മുടെയും ജീവിതത്തിൽ പ്രാർത്ഥനാപൂർവമായ ക്രിസ്തീയ ജീവിതത്തിൻ്റെ ആത്മീയ സുഗന്ധം പരത്തുന്ന ഒരു വ്യക്തിയായി, അതുപോലെ കുടുംബമായി, ഇടവകയായി നമ്മളായിത്തീരുമ്പോൾ നമ്മുടെ ജീവിതം ധന്യമായിത്തീരും. പക്ഷെ നമ്മൾ യാത്ര ചെയ്യുന്നത് എവിടേക്കാണ് എന്നുള്ള കാര്യം കൂടെ ചിന്തിക്കണം. യാത്ര ചെയ്യുന്നത് ദൈവസന്നിധിയിലേക്ക്, നമ്മെ കാത്തിരിക്കുന്നവനായ ദൈവസന്നിധിയിലേക്ക്. അതിന് നീതിയുടെയും വിശുദ്ധിയുടെയും അനുഭവം, പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ അനുഭവം, അവിടെയൊക്കെയും അസാധ്യ കാര്യങ്ങൾ സാധ്യമാക്കി തീർക്കും ദൈവം നമ്മോടുകൂടെ ഉണ്ടെങ്കിൽ. അതിലേക്കാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. ദൈവം നമ്മോടുകൂടെ അതിലേക്കാണ് യാത്ര ചെയ്യുന്നത്. ക്രിസ്മസിലേക്കാണ് നമ്മുടെ യാത്ര. ആ യാത്രയിൽ ദൈവത്തെ ഉൾക്കൊണ്ടുകൊണ്ട്
ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്കിടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു.